ചപ്പാത്തിയുടെയും പൂരിയുടെയും എല്ലാം കൂടെ കഴിക്കാൻ പറ്റിയ ഒരു വ്യത്യസ്തമായ കറി റെഡിയാക്കാം. നമ്മുടെ പരിപ്പുവട ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ സാധാരണ വടക്കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരം സ്റ്റൈലിൽ നമ്മൾ വട കൂട്ടുകറിയാണ് ഉണ്ടാക്കാറുള്ളത്. അത് ചോറിൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം. ഇപ്പോൾ മെയിനായിട്ട് നമ്മൾ തിരുവനന്തപുരത്ത് പോവുകയാണെങ്കിൽ സദ്യയിലാണ് കൂടുതൽ വടക്കറി ഉണ്ടാവുക. പിന്നെ നമ്മുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ ഞാനൊക്കെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണ് കേട്ടോ വടക്കറി ഉണ്ടാക്കുക, ചപ്പാത്തിയും പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട്. പക്ഷെ ഇത് ആ വടക്കറിയല്ല, നമ്മുടെ പരിപ്പുവട ഉപയോഗിച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറി ഉണ്ടാക്കാം. അപ്പോൾ പരിപ്പുവട നമ്മൾ ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ട് അങ്ങനെ കറി ഉണ്ടാക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് പരിപ്പുവട വാങ്ങിക്കുമ്പോൾ ബേക്കറിയിൽ നിന്നൊക്കെ പരിപ്പുവട വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പരിപ്പുവട ഉപയോഗിച്ചിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ രണ്ട് ഓപ്ഷൻ ഉണ്ട് അതിൽ, തേങ്ങാപ്പാലും തേങ്ങയും ചേർക്കാം. അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വീഡിയോ ചെയ്യുമ്പോൾ പറയാം. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പരിപ്പുവട കറി റെഡിയാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ പരിപ്പുവട കറി ഉണ്ടാക്കിയിട്ട് ഇഷ്ടമായോ ഇല്ലയോ എന്ന് നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്നും മറക്കാതെ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 2 ബേ ലീഫ് എടുത്തിട്ടുണ്ട്, അതായത് നമ്മുടെ കറുകപ്പട്ടയുടെ ഇലയാണിത്. അപ്പോൾ ഇതെല്ലാം സൂപ്പർ മാർക്കറ്റിലും വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ തക്കാളി കുറുമ ചെയ്തപ്പോൾ ഈ ഇല എവിടെയാണ് വാങ്ങിക്കാൻ കിട്ടുക എന്നൊക്കെ ചോദിച്ച് കമൻറ്റ്സ് വന്നിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബേ ലീഫ് അല്ലെങ്കിൽ പട്ടയുടെ ഇല എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. പിന്നെ എടുത്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ പെരുംജീരകം, അതായത് വലിയ ജീരകം, 1 തക്കോലം, നമ്മുടെ സ്റ്റാർ അനീസ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ പീസ് പട്ട എടുത്തിട്ടുണ്ട്, 4 ഗ്രാമ്പു, 2 ഏലക്ക, പിന്നെ എടുത്തിരിക്കുന്നത് ഒരു 7 അല്ലി വെളുത്തുള്ളിയും 1 പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചതച്ച് ചേർക്കണമെങ്കിൽ ചതച്ച് ചേർക്കാം, ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ മുറിച്ച് ചേർക്കാം. പിന്നെ 2 പച്ചമുളക്, 2 തക്കാളി, ഒരു 2 തണ്ട് കറിവേപ്പില, 3 സവോള നീളത്തിൽ മുറിച്ചിട്ട് അതൊന്ന് കുറുകെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങയാണ്. തേങ്ങ എടുക്കുമ്പോൾ ഒന്നുകിൽ നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം, ഇല്ലെങ്കിൽ തേങ്ങ അരച്ച് ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്, അതുകൊണ്ട് കുറച്ച് കൂടുതൽ തേങ്ങ എടുത്തിട്ടുണ്ട്. 1/4 പാൽ മാത്രം മതി നമുക്ക്, ഇല്ലെങ്കിൽ ഒരു 1/4 കപ്പ് തേങ്ങ നന്നായിട്ട് അരച്ച് ചേർത്താലും മതി കേട്ടോ. പിന്നെ നമ്മുടെ പരിപ്പുവടയ്ക്കുള്ള മിക്സ് ഉണ്ടല്ലോ, കടലപ്പരിപ്പ് അരച്ചെടുത്തിട്ടുണ്ട്, 1/2 മണിക്കൂർ സോക്ക് ചെയ്തതിന് ശേഷം അതിലേക്ക് പച്ചമുളകും സവോളയും കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ സാധാരണ പരിപ്പുവട ഉണ്ടാക്കുന്ന പോലെ തന്നെ വട ഉണ്ടാക്കുക. അതിന് ശേഷമാണ് നമ്മൾ ഗ്രേവി റെഡിയാക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ പരിപ്പുവട ഉണ്ടാക്കട്ടെ. പരിപ്പുവട ഉണ്ടാക്കുന്നത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, സാധാരണ എല്ലാവർക്കും അറിയാവുന്നതാണ് പരിപ്പുവട എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. ഇതാകുമ്പോൾ കുറച്ച് കട്ടിയിലാണ് ഉണ്ടാക്കാന്ന് മാത്രം, നമ്മൾ തിന്നായിട്ടുള്ള പരിപ്പുവടയല്ല, കുറച്ച് തിക്കായിട്ടുള്ള പരിപ്പുവടയാണ് ഉണ്ടാക്കാന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പരിപ്പുവട ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മൾ പരിപ്പുവട ഉണ്ടാക്കി കഴിഞ്ഞു. നമ്മളിപ്പോൾ വേറെ ചട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. നമുക്ക് സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ യൂസ് ചെയ്യാം. അപ്പോൾ ഈ എണ്ണയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പട്ട ഒന്ന് ചെറിയ പീസുകളായിട്ട് പൊടിച്ച് ചേർക്കുക. അതുപോലെ തന്നെ ഗ്രാമ്പു, ഏലക്ക, നമ്മുടെ തക്കോലവും ഒന്ന് ചെറുതായിട്ട് പൊട്ടിച്ച് ചേർക്കുക. പിന്നെ ബേ ലീഫ് ഒന്ന് ഞാൻ മുറിച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പെരുംജീരകവും. ഇത്രയും ചേർത്ത് ഒന്ന് ഇളക്കി ഇതെല്ലാം ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, അതുപോലെ തന്നെ സവോളയും, പിന്നെ നമ്മുടെ കറിവേപ്പിലയും ഇതിൻ്റെ കൂടെ തന്നെ ചേർക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കണം. നമ്മൾ പരിപ്പുവടയിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ഇതെല്ലാം ചേർത്ത് ഈ സവോള ഒന്ന് നന്നായിട്ട് കുക്കായി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മളിനി പൊടികളൊന്നും ചേർക്കില്ല. അപ്പോൾ പരിപ്പുവട ഞാൻ ഇതുപോലെ കുറച്ച് തിക്കായിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. സാധാരണ നമ്മുടെ പരിപ്പുവടയേക്കാൾ തിക്നെസ് ഉണ്ട്. ഇതൊന്ന് പൊടിച്ച് വെക്കണം. ഇനി ചൂട് മാറിയിട്ടേ നമുക്ക് പൊടിച്ച് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സവോളയും കുക്കാവട്ടെ, നമ്മുടെ പരിപ്പുവടയും ഇതിനിടയിൽ നമുക്ക് പൊടിച്ച് വയ്ക്കാം. പിന്നെ ഞാൻ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങ ചേർക്കുകയാണെങ്കിൽ ഏത് സ്റ്റേജിലാണ് ചേർക്കുക നമുക്ക് പറയാം കേട്ടോ. രണ്ട് സ്റ്റേജിലാണ് ആഡ് ചെയ്യുന്നത്. തേങ്ങയാണെങ്കിൽ
തേങ്ങാപ്പാലിന് മുന്നേ ആയിട്ട് ചേർക്കണം. അപ്പോൾ സവാള ആദ്യം ഒന്ന് കുക്കായി വരട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ സവാളയൊക്കെ കളറൊന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പൊടികൾ ചേർത്ത് കുക്ക് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആദ്യം ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി. 1 ടീസ്പൂൺ മതി കേട്ടോ, മല്ലിപ്പൊടി അധികം ആവണ്ട. പിന്നെ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1 ടീസ്പൂൺ ചേർക്കുക. ഞാനിപ്പോൾ 1.5 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്, കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ഇനി പൊടികളുടെ ആ ഒരു റോ ടേസ്റ്റും റോ സ്മെല്ലും പോകുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ വെളിച്ചെണ്ണ കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ പൊടികൾ കറക്റ്റായിട്ട് കുക്കാവില്ല. അപ്പോൾ ഇതിലിപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഉണ്ട്. നിങ്ങൾ ആദ്യം ചേർക്കുന്ന വെളിച്ചെണ്ണ കുറവാണെങ്കിൽ മാത്രം ഇപ്പോൾ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ നമ്മുടെ പൊടികൾ കുക്കായി തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് ഇനി നമ്മുടെ തക്കാളി മുറിച്ചതുണ്ടല്ലോ, 2 ചെറിയ തക്കാളിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. തക്കാളി ചേർക്കാം. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില ചേർക്കാം. കുറച്ച് മല്ലിയില നമുക്ക് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ കുറച്ച് ചേർക്കുക. ഇനി മല്ലിയിലയും തക്കാളിയും എല്ലാം ചേർന്ന് ഒന്നുകൂടി ഒന്ന് കുക്കായി വരട്ടെ. ഞാനിപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വയ്ക്കാൻ പോവാണ്. ഒരു 2 മിനിറ്റ് അടച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് കുക്കായി തുടങ്ങും. പിന്നെ നമുക്ക് എത്ര പുളി വേണം എന്നുള്ളതനുസരിച്ച് തക്കാളിയുടെ എണ്ണത്തിൽ വ്യത്യാസം വരുത്താം. ഞാനിപ്പോൾ അധികം പുളിയുള്ള രീതിയിലല്ല ചെയ്യുന്നത്, അതുകൊണ്ടാണ് 2 ചെറിയ തക്കാളി എടുത്തിട്ടുള്ളത്. നല്ല പുളി വേണമെന്നുണ്ടെങ്കിൽ വലിയ തക്കാളി ഞാൻ 2 എടുക്കാം. അപ്പോൾ നമുക്കത് ആദ്യം അടച്ച് വയ്ക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളി എല്ലാം ചേർത്ത് അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് ആയി. നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. തക്കാളിയൊക്കെ കുക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് വെള്ളം ചേർക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ചപ്പാത്തിക്കോ പൂരിക്കോ ഒക്കെ ആണെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം. ഇഡ്ഡലിക്കോ ദോശയ്ക്കൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് തിളയ്ക്കാനുള്ളതാണ്, അതനുസരിച്ച് വെള്ളം ചേർക്കുക. നമ്മൾ വെള്ളവും ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിനി ഉപ്പൊന്നും ചേർക്കുന്നില്ല. നമ്മുടെ പരിപ്പുവടയും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉപ്പ് ചേർക്കുന്നുള്ളൂ. ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കട്ടെ. ഒരു 5 മിനിറ്റ് കുറുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തേങ്ങ അരച്ചാണ് ചേർക്കുന്നതെങ്കിൽ ഈ സമയത്ത് തേങ്ങ അരച്ചത് ഈ ഗ്രേവിയിലേക്ക് ചേർത്ത് ഒന്നുകൂടി ഒന്ന് തിളപ്പിക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പരിപ്പുവട ഇതിലേക്ക് ചേർക്കുക. ഇപ്പോൾ ഞാൻ ലാസ്റ്റ് തേങ്ങാപ്പാൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പരിപ്പുവട ചേർക്കുകയാണ്. ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് പൊടിച്ചിട്ടില്ല, ചെറിയ പീസുകളൊന്നും ആക്കിയെടുത്തിട്ടുണ്ട്. ഈ പരിപ്പുവടയും കൂടി ചേർത്തിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ പരിപ്പുവട ചേർത്ത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്യാം. ഉപ്പ് കുറവാണോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് വീണ്ടും കുറുകി വരും. അതിനനുസരിച്ച് വേണം നമ്മൾ ഗ്രേവിയുടെ അളവ് തീരുമാനിക്കാനായിട്ട്. പിന്നെ ഇതിലേക്ക് വറവ് ചേർക്കണം എന്നുണ്ടെങ്കിൽ വറവ് ചേർക്കാം. ഞാനിപ്പോൾ വറവ് ചേർക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പെരിഞ്ജീരകവും മസാലകളും എല്ലാം എണ്ണയിൽ കുക്ക് ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഇനി കടുക് വറവ് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിനി ലോ ഫ്ലെയിമിലിരുന്നിട്ട് ഒരു 5 മിനിറ്റും കൂടി ഒന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ കുറുകി പോവുകയാണെന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളം ചേർക്കുക. ഇനി പച്ചവെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കറിയുടെ ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ തിളച്ച വെള്ളം മാത്രം ചേർക്കാം കേട്ടോ, നമുക്ക് ഗ്രേവി ആവശ്യമാണെങ്കിൽ. അപ്പോൾ തേങ്ങ അരച്ച് ചേർത്താലും 5 മിനിറ്റ് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ചെടുക്കുക. ഇതിനി ഒരു 5 മിനിറ്റും കൂടി തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ട് 5 മിനിറ്റ് ആയി. അപ്പോൾ നമ്മൾ തേങ്ങ അരച്ചാണ് ചേർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു 2 പിഞ്ച് ഗരം മസാലപ്പൊടിയും 1 പിഞ്ച് പഞ്ചസാരയും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ അത് തേങ്ങ അരച്ച് ചേർക്കുന്ന രീതിയിൽ. ഇനിയിപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ ചേർക്കുന്നതുകൊണ്ട് ഇതൊന്ന് ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച് ഒന്നുകൂടി കുറുകുന്ന രീതിയിലാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തേങ്ങ അരച്ചാണ് ചേർക്കുന്നതെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ കറിയുടെ ചൂട് മാറി വരുമ്പോൾ തിക്കായി വരും കേട്ടോ.
അപ്പോൾ ഇതുണ്ടോ, ഇപ്പോൾ തന്നെ നന്നായിട്ട് തിക്കായിട്ടുണ്ട് നമ്മുടെ കറി. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലുണ്ടല്ലോ, തേങ്ങാപ്പാൽ ചേർക്കുകയാണ്. 1/4 പാല് മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ തന്നെ കറിയുടെ കളറിൽ വ്യത്യാസം വന്നു. ഇനി തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ഇനി നമ്മുടെ പഞ്ചസാര 1 പിഞ്ച് മതി. അതുപോലെ തന്നെ ഒരു 2 പിഞ്ച് ഗരം മസാലപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഞാനിതൊന്നുകൂടി ഒരു 2 മിനിറ്റ് അടച്ചു വയ്ക്കുന്നുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തന്നെയാണ് അടച്ചു വയ്ക്കുന്നത്. ആ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റൊക്കെ നമ്മുടെ കറിയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് 2 മിനിറ്റ് അടച്ചു വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ഉപ്പ് ചെക്ക് ചെയ്തപ്പോൾ ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് ഇളക്കി 2 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയില തൂവിയിട്ട് ഗാർണിഷ് ചെയ്ത് കറി സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറിയുടെ പരിപാടി. കറി റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇതാ നമ്മുടെ കറി ചൂടൊക്കെ ഒന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് ഫോട്ടോയ്ക്ക് ഒരു ഭംഗി ഉണ്ടാകാൻ വേണ്ടി 2 പരിപ്പോടെ എടുത്ത് മുകളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ കറിയുടെ തിക്നെസ്സൊക്കെ ഒന്ന് കൂടിയിട്ടുണ്ട്. കണ്ടോ, നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിനേക്കാൾ കുറച്ചുകൂടി തിക്കായി കഴിഞ്ഞു. അപ്പോൾ എന്തായാലും എല്ലാവരും ചായക്ക് കഴിക്കാൻ പരിപ്പുവട ഉണ്ടാക്കുമ്പോൾ ഒരു 4-5 പരിപ്പുവട കൂടുതൽ ഉണ്ടാക്കുക. ചപ്പാത്തിയുടെയോ പൂരിയുടെയോ ഇഡ്ഡലിയുടെയോ ദോശയുടെയോ ഒക്കെ കൂടെ ചേർത്ത് കഴിക്കുക ഇതുപോലെ കറി ഉണ്ടാക്കിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഈസി ആയിട്ടുള്ള റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇഷ്ടമായ റെസിപ്പികൾ നിങ്ങൾ കുക്കിംഗ് താല്പര്യമുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ മറക്കാതെ ഒരു ലൈക്കും കൂടി തരാം. അപ്പോൾ നമുക്ക് നമ്മുടെ വേറൊരു കുക്കിങ്ങുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.